എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 207-ാമത്തെയാണ്. അപ്പം ഈ ബുക്ക് റിവ്യൂവിനെ സംബന്ധിച്ചവരെ 57-ാമത്തെ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ നമ്മൾ 19-ാമത്തെ ചാപ്റ്റർ ഒരു പുതിയ അധ്യായമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ 19-ാമത്തെ ചാപ്റ്റർ ഇന്നത്തെ വീഡിയോയിലും അടുത്ത വീഡിയോയിലുമായിട്ട് അങ്ങ് നമുക്ക് തീർക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇതിലും വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഡോക്ടർ ജോസഫ് മർഫി ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ അത്യാവശ്യമുള്ള നമുക്ക് അറിയേണ്ട ഒരു സംഭവമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ഹൗ ടു യൂസ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ടു റിമൂവ് ഫിയർ. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ ഉപബോധ മനസ്സ്, അതെല്ലാവർക്കും അറിയാം. ഫിയർ എന്ന് വെച്ചാൽ ഭയം, പേടി. ലോക്കലായിട്ട് സാധാരണ രീതിയിൽ വീട്ടിലൊക്കെ സംസാരിക്കും പറയാം, എന്തിനാ പേടിക്കുന്നത്, എന്തിനാ പേടി, ഭയം, ഫിയർ. റിമൂവ് എന്ന് വെച്ചാൽ അതിനെ മാറ്റുക. അപ്പം നമ്മളുടെ ഉപബോധ മനസ്സിനെ ഉപയോഗിച്ച് നമുക്കുള്ള പേടിയെ, ഭയത്തിനെ എങ്ങനെ മാറ്റാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് ഞാൻ പറയാൻ കാരണം ഈ ഫിയറാണ്. ഫിയർ എന്ന് പറഞ്ഞാൽ പേടി എന്ന് പറഞ്ഞാൽ തൊട്ടേനും പിടിച്ചതിനുമൊക്കെ ആൾക്കാർക്ക് പേടിയാണ്. അത് എത്ര പഠിച്ച ആളായിരുന്നാലും ശരി, എത്ര പണമുള്ള ആളാണെങ്കിലും ശരി, എത്ര കോടീശ്വരനാണെങ്കിലും ശരി, ഈ വലിയ വലിയ ലീഡേഴ്സ് ആണെങ്കിലും ശരി, വെളിയിലൊക്കെ അങ്ങനെ ഇങ്ങനെ വളരെ ദാം ധൂം എന്നൊക്കെ കാണിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാത്തിനും ഭയമാണ്. അപ്പം ഈ ഒരുപാട് പേർക്ക്, അതായത് 99% പോപ്പുലേഷനും ആൾക്കാർക്കും ഭയമാണ് ഒരു മെയിൻ കാരണം. എന്തോ ഇതിനെന്ന് വെച്ചാൽ, അതായത് ഭയം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും വലിയ ഒരു എനിമിയാണ്. എനിമി എന്ന് വെച്ചാൽ ശത്രു എന്ന് വെച്ചാൽ അത് അവൻ്റെ എഴുന്നേറ്റത്തിനെ തന്നെ തടഞ്ഞു നിർത്തുന്ന ഒരു സംഗതിയാണ് ഈ ഫിയർ. നേരത്തെ ഇപ്പം നമ്മുടെ ആസ്ട്രൽ ബോഡി ആൻഡ് ചക്രാസ് എന്ന് ഒരു പ്ലേലിസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു 9 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആസ്ട്രൽ ബോഡി എന്ന് വെച്ചാൽ എന്തുവാ, ഈ കോശാസ് എന്ന് വെച്ചാൽ എന്തുവാ, പിന്നെ 7 ചക്രാസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓരോ ചക്രയിലും നെഗറ്റീവ് പോയിൻ്റ് എന്തുവാ, അതായത് ചക്ര ഒരു മൂലാധാര ചക്രം വീക്കായിരുന്നാൽ എന്തുവാണ്, വളരെ ആക്റ്റീവാണെങ്കിലും എന്തുവാണ്, നോർമലാണെങ്കിൽ എങ്ങനെയാണ്, അങ്ങനെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. അതിൽ ഈ ഫിയർ ഫാക്ടർ, അതായത് ഈ ഫിയർ, ഭയം എന്നുള്ളത് ഈ മൂലാധാര ചക്രം നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആയില്ലെങ്കിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പം എങ്ങനെയാണ് മാഡം 99% ആൾക്കാർക്കും അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ, ഈ ഭയം എന്നുള്ള കാര്യത്തിൽ അങ്ങനെയാണ്. എന്ത് വലിയ ആളെന്ന് ഉള്ള വലിയ ഒരു പോസ്റ്റിലുള്ളവനും കൂടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ കൂടെ ഭയമാണ്. അത് IAS ഓഫീസറാവട്ടെ, പോലീസ് ഓഫീസറാവട്ടെ, വലിയ വലിയ ടോപ്പ് ഒഫീഷ്യൽസ് ആവട്ടെ, വെളിയിലൊക്കെ അങ്ങനെ യൂണിഫോം ഇടും, ഡാം ധൂം എന്നൊക്കെ നടക്കും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചെയ്യും. അതൊക്കെ അവരുടെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമായിട്ടാണ്. പക്ഷേ അടുത്ത് പോയി സംസാരിച്ച് നോക്കണം, ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറയണം, എല്ലാത്തിനും ഭയമാണ്. അപ്പോൾ ഈ ഭയം എന്ന് പറയുന്നത് ഒട്ടുമൊത്തം ആൾക്കാർക്കും ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് നമ്മളെ എതിനൊക്കെയാണ് നമ്മളെ പിന്തിരിപ്പിക്കുന്നത്, നമുക്ക് നല്ല ആരോഗ്യമില്ലാതെ പോകും, നല്ല ജീവിതമില്ലാതെ പോകും. ഒരുപാട് പരാജയം ഉണ്ടാകുന്നത് ഈ ഭയം കൊണ്ട് തന്നെയാണ്. പിന്നെ ഈ ബന്ധങ്ങളിൽ വരുന്ന വീഴ്ചകളെല്ലാം കൂടെ ഈ ഭയം കൊണ്ടാണ് വരുന്നത്. നേരത്തെ നമ്മൾ ഇതേ ബുക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹ്യൂമൻ റിലേഷൻഷിപ്പ്, ഹാർമോണി ഇൻ ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന ഒരു ചാപ്റ്റർ നമ്മൾ കണ്ടല്ലോ. അതിലെ ഒരാൾ എൻ്റെ ഭാര്യ എന്നെ വിട്ടിട്ട് പോകും,
എൻ്റെ ഭാര്യ എന്നെ കളഞ്ഞിട്ട് പോകും, വിട്ടിട്ട് പോകും, അവൾ എൻ്റെ കൂടെ നിൽക്കത്തില്ല, വിട്ടിട്ട് പോകും എന്നുള്ള ഒരു ഭയം ഉള്ള ഒരുത്തൻ്റെ ഭാര്യ ഒടുക്കം അയാളെ കളഞ്ഞിട്ട് തന്നെ പോയി. അപ്പം ഭാര്യ കല്യാണം കഴിച്ച് ഒരുത്തൻ്റെ കൈ പിടിച്ച് വരുമ്പം ഇവനെ കളയണമെന്നുള്ള ഉദ്ദേശത്തിലാണോ വരുന്നത്? അല്ല. അപ്പോൾ അവൻ്റെ ആ മനസ്സിരിപ്പ് അങ്ങനെ ആയതുകൊണ്ട് അവനേതോ ഭയം. അപ്പോൾ ഭയം എന്ന് പറയുമ്പോൾ എന്തുവാ, അവൻ്റെ പുറത്ത് ഒരു കോൺഫിഡൻസ് ഇല്ല. എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് എൻ്റെ കഴിവ്. അതാണ് അന്നേ ജീസസ് പറഞ്ഞ നോ ദൈ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്തുവാ, അവനോൻ്റെ കാര്യത്തിനെക്കുറിച്ച് അറിയണം. അവനോൻ്റെ കാര്യം എന്ന് വെച്ചാൽ എന്തുവാ, അവനോൻ്റെ പ്ലസ് പോയിൻറ്റും മൈനസ് പോയിൻറ്റും അറിയണം. ഏതൊക്കെ മേഖലയിലാണ് ഞാൻ സ്ട്രോങ്, ഏതൊക്കെ മേഖലയിലാണ് വീക്ക് എന്നുള്ളത് ഓരോരുത്തർക്കും അവരവരെക്കുറിച്ചുള്ള ഒരു കറക്റ്റ് അസസ്മെൻറ്റ് വേണം. ഈ അസസ്മെൻറ്റ് ശരിയാകാത്തപ്പോഴാണ് ഈ ഭയം വരുന്നത്. ഈ ഭയം അപ്പോൾ അങ്ങേർക്ക് എൻ്റെ ഭാര്യ എന്നെ വിട്ടിട്ട് പോകും എന്നുള്ള ഭയം അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറിയ കൊണ്ട് അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. അത് അവരെയും ബാധിച്ചു. അവരെ ആ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഉള്ള വഴി തെളിച്ചു കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ ഇതിന് കാരണം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് എന്തുവാ, ഫിയറാണ്. ഭയം. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ എല്ലാവർക്കും ഒരു ഭയം. ഇപ്പം എന്തുവാ ഭയം എന്ന് പറയുമ്പം, ഞാൻ ഒരിടത്ത് പരാജയപ്പെടുവോ, ഞാനിത് ചെയ്താൽ പരാജയപ്പെടുവോ ഉള്ള ഭയം. പിന്നെ അസുഖം വരുമോ എന്നുള്ള ഭയം. ബന്ധങ്ങളിലുള്ള ഭയം. എനിക്ക് ഇവളെ സന്തോഷപ്പെടുത്താൻ ഒക്കുമോ, അല്ലെങ്കിൽ ഇയാളെ എനിക്ക് എങ്ങനെ സന്തോഷപ്പെടുത്താൻ ഒക്കും, ഞാൻ അത്ര സൗന്ദര്യം ഇല്ലാത്തവളാണല്ലോ. അപ്പോൾ എൻ്റെ ഭർത്താവിന് വേറെ നല്ല ഓഫീസിൽ നല്ല ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കാണുമ്പം ചിലപ്പം എന്നെ വിട്ടുകളയുമോ, അവളുടെ പിന്നാലെ പോകുമോ, ഇതെല്ലാം ഭയം തന്നെയാണ്. അപ്പോൾ അതുമാത്രമല്ല, ഈ ഭയം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയാൻ 10 വീഡിയോസ് ഇട്ടാലും പോരാ, അത്രയ്ക്ക് ഭയം ഉള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൽ ആളുകൾക്ക് അവരവരുടെ പാസ്റ്റിനെ കുറിച്ച് ഭയം. പാസ്റ്റ് എന്ന് വെച്ചാൽ എന്തുവാ, കഴിഞ്ഞ കാലത്തിനെ കുറിച്ച്. അയ്യോ, അന്ന് അങ്ങനെ ആയിപ്പോയി, അന്ന് ഞാനിങ്ങനെ പോയപ്പോൾ അവിടെ ഒരു പാമ്പിനെ കണ്ടു, 10 വർഷത്തിന് മുമ്പേ കണ്ടതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ആ പാടത്തിൽ കൂടെ പോകത്തില്ല, ആ വഴി കൂടെ പോകത്തില്ല. പാസ്റ്റിനെ കുറിച്ചുള്ള ഭയം. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഭയം. ഫ്യൂച്ചർ എന്ന് വെച്ചാൽ, അയ്യോ ഇന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, നാളെ ഞാൻ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും, ഒരു 10 വർഷം കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും, എനിക്ക് എണ്ണിച്ച് നടക്കാൻ പറ്റുമോ എന്തോ ഭയം. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഭയം. ഓൾഡ് ഏജിനെ കുറിച്ചുള്ള ഭയം. ഓൾഡ് ഏജ് എന്ന് വെച്ചാൽ എന്തുവാ, അയ്യോ ഞാൻ വയസ്സാകുമ്പോൾ എങ്ങനെ, ഇപ്പോഴേ എനിക്ക് 40 വയസ്സേ ആയുള്ളൂ, ഇപ്പോഴേ എനിക്ക് മുട്ടുവേദന, ഇനി ഞാൻ 60 എങ്ങനെ ഇരിക്കും. അപ്പോൾ 60 മുട്ടുവേദന ഇല്ലെങ്കിലും ഇയാളുടെ ഉപബോധ മനസ്സിലുള്ള ഈ ഭയം മുട്ടുവേദനയെ വിളിച്ച് വരുത്തും. അങ്ങനെയൊക്കെയാണ് ഈ ഹെൽത്ത് പോകുന്നത് ആളുകൾക്ക്. പിന്നെ റിട്ടയർമെൻറ്റ്. ഞാനിപ്പോൾ ദിവസം ആക്റ്റീവായിട്ട് ജോലിക്ക് പോകുന്നു, രാവിലെ പോകുന്നു, വൈകുന്നേരം വരുന്നു, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇനി 1 വർഷത്തിൽ ഞാൻ റിട്ടയർ ആകാൻ പോവുക. അപ്പോൾ റിട്ടയർ ആയ പിന്നീട് എനിക്ക് എന്തോ ജീവിതം, എല്ലാം അസ്തമിച്ചു പോയ പോലെ ഇപ്പോഴേ അയാൾക്ക് പേടി. റിട്ടയർമെൻ്റ് ആയാൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ളതിൻ്റെ ഭയം. അതിനിപ്പോഴേ ഭയക്കേണ്ട ആവശ്യം എന്തുവാ, അതിനൊരു പ്ലാൻ ചെയ്താൽ പോരെ. എത്രയോ പോം വഴികളുണ്ട്. പക്ഷേ എല്ലാവർക്കും ഈ പോം വഴികളൊന്നും അറിയേണ്ട കാര്യമില്ല, പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം ഈ ഭയന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ചത്തുകൊണ്ടിരിക്കുക ഓരോ നിമിഷവും. ഓക്കെ, അതേപോലെ എല്ലാവർക്കും ഉള്ള ഭയം, മരണഭയം, ഡെത്തിനെ കുറിച്ചുള്ള ഭയം, ഫിയർ ഓഫ് ഡെത്ത്, മരണഭയം. നമുക്ക് അറിയാം നമ്മളെല്ലാം മോർട്ടൽസാണ്, നമ്മളെല്ലാം ജനിച്ചവരെല്ലാം ഒരു ദിവസം മരിക്കണം. അത് നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, അത് യൂണിവേഴ്സൽ ലോ ആണ്. എന്നിട്ടും പിന്നെ ഭയക്കേണ്ട കാര്യം എന്തുവാ? ജീവിക്കുന്നവർ നല്ല രീതിയിൽ ജീവിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക,
നല്ലതേ ചെയ്ത് നല്ലതേ വരുത്തണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നല്ല രീതിയിൽ ജീവിക്കുവാണെങ്കിൽ പിന്നെ മരണം എപ്പം വന്നാൽ എന്താ, എന്തിനാണ് നമ്മൾ ഭയക്കുന്നത്? മരണത്തിനെക്കുറിച്ചുള്ള ഭയം, അസുഖത്തിനെക്കുറിച്ചുള്ള ഭയം, വയസ്സായ ഭയം, റിട്ടയറായ ഭയം, കാശ് ചേർത്ത് വായിച്ചാൽ ഭയം, കാശില്ലെങ്കിൽ ഭയം. ഇത് എങ്ങനെയാണോ ചിലർക്കൊക്കെ ആളുകളുടെ അടുത്ത് സംസാരിക്കാൻ ഭയം. എനിക്കൊന്നും, എൻ്റെ അനിയത്തി പറയും, അക്കായ്ക്കെല്ലാം സംസാരിക്കാൻ അറിയാം, അക്ക പോയി സംസാരിക്കും. എനിക്ക് സംസാരിക്കാനൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ സംസാരിക്കാൻ അറിയാൻ വയ്യാത്തെന്ത്? ആരെങ്കിലും വീട്ടിൽ 2 പേര് വന്നാൽ ഞാൻ വേണം മുൻവശത്ത് പോയി നിന്ന് എല്ലാം സംസാരിക്കാൻ. എൻ്റെ അനിയത്തി ഒന്നും മുൻവശത്ത് വരത്തേ ഇല്ല. എനിക്കതൊന്നും അറിഞ്ഞൂടാ. അക്ക വെളിയിൽ പോകുന്നു, ജോലിക്ക് പോകുന്നു, ഒരുപാട് പേരെ കാണുന്നു, അക്കയ്ക്ക് അതെല്ലാം എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്കതൊന്നും മിണ്ടത്തില്ല. അപ്പം ഇതിലെന്തുവാന്ന് വെച്ചാൽ ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ വായി തുറന്ന് ഒന്ന് സംസാരിച്ചാൽ അവർ എന്നെ എങ്ങനെ കണക്കാക്കും, ഞാൻ സ്മാർട്ടെന്ന് എന്നെ കരുതുവോ, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളരുതാത്തവളെന്ന് കരുതുവോ എന്നുള്ള ഒരു ഭയം, ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്. അല്ലെങ്കിൽ എന്നെ കളിയാക്കുവോ എന്നുള്ള ഒരു ഭയം. ഇപ്പം ഇത് ഒരു കൊച്ച് തൊട്ട് തുടങ്ങണം. ഒരു കുഞ്ഞ്, ശരി 1 വയസ്സ് 2 വയസ്സ് 1 വയസ്സ് വരെ ഒന്നും അതിന് വെളിച്ചവും ഇരുട്ടും ഒന്നും വലുതായിട്ട് അറിയത്തില്ല. അങ്ങനെ പോകും. കുറച്ചൊക്കെ വിവരം അറിയാൻ തുടങ്ങുമ്പം വെളിച്ചത്തിനും ഇരുട്ടിനും ഉള്ള വ്യത്യാസം അതിന് മനസ്സിലാകാൻ തുടങ്ങുമ്പോഴേ ഒരുപാട് കുഞ്ഞുങ്ങൾ, ഇപ്പം നമ്മളെല്ലാവരും ഹാളിൽ ഇരിക്കുന്നു വെച്ചോളൂ, അടുക്കളയിൽ ലൈറ്റില്ല, അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൺപിള്ളേരും ശരി പെൺപിള്ളേരും ശരി പോകത്തില്ല. അയ്യോ അവിടെ ലൈറ്റില്ല, അയ്യോ എനിക്ക് പേടിയാണ്, അയ്യോ അവിടെ ശ്വാസമുണ്ട്, അവിടെ ശ്വാസമുണ്ട്, പ്രേതം വരും. 2 വയസ്സിൽ സംസാരിക്കാൻ അറിഞ്ഞോ ഇല്ലയോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അയ്യോ എനിക്ക് പേടിയാണ്, അവിടെ ഭൂതമുണ്ട്, ശ്വാസമുണ്ട്. ഇവർ ഭൂതത്തിനെയും ശ്വാസനെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഭയം. ഒരു കൊച്ചിനെ ഒറ്റയ്ക്ക് കിടക്കാൻ ഭയം. നമ്മളൊക്കെയാണ് 10 വയസ്സായാലും കുഞ്ഞുങ്ങളെ ഭാര്യയും ഭർത്താവിൻ്റെയും നടുക്ക് കിടത്തി ഉറക്കുന്നത്. ഫോറിനിലൊക്കെ എപ്പോഴും തന്നെയാണ് കുഞ്ഞുങ്ങളെ കിടത്തുന്നത്. വലിയ ഒരു തൊട്ടിലുണ്ട്, അതിനകത്ത് അത് അപ്പുറത്തും ഇപ്പുറത്തും മറിഞ്ഞു വീഴാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ മേളിൽ ഡാൻസ് കളിക്കുന്ന പോലെ ഡോളിട്ട് ബെല്ലിട്ട് അത് ചെയ്ത് ഇത് ചെയ്ത് വേണ്ടിയ ഉപകരണങ്ങളെല്ലാം അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയാൽ പോലും ബെഡ്റൂമിൽ അവർക്ക് അറിയാം. അതിനുള്ള റിമോട്ട് സെൻസ് എല്ലാം ഉണ്ട്. പക്ഷേ കൊച്ചിനെ തന്നെയേ കിടത്തത്തുള്ളൂ. ചിലപ്പം 3 മാസത്തെ കൊച്ചിനെയൊക്കെ തന്നെ ഒരു മുറിയിലിട്ട് കിടത്തുമ്പോഴേ അത് കാണുമ്പോൾ നമുക്കേ ഒരു പ്രയാസം തോന്നും. എന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ശീലമില്ല. അപ്പം ഒരുപാട് കുട്ടികൾക്ക് ഇരുട്ടത്ത് വെളിച്ചമില്ലാത്ത മുറി പോകാൻ ഭയം, ബാത്റൂമിൽ പോകാൻ ഭയം, രാത്രിയായ ഒറ്റയ്ക്ക് കിടക്കാൻ ഭയം, ബാത്റൂമിൻ്റെ കതവ് അടയ്ക്കത്തില്ല, തുറന്നിട്ടുണ്ടേ ഇരിക്കത്തുള്ളൂ എന്ന് വെച്ചാൽ ഭയം. അങ്ങനെയൊക്കെയാണ് കുട്ടികൾ. അപ്പോൾ ഈ കുട്ടിക്കാലം തൊട്ടേ ഈ ഭയം എന്നുള്ളത് അവരുടെ കൂടെ വളർന്നു വരുന്ന ഒരു ചീത്ത സ്വഭാവമാണ്. അതുമാത്രമല്ല, ശരി സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നു, സ്കൂളിൽ പോകാം കരച്ചിൽ, പേടി. ഒരു 3 വയസ്സ് വരെ 2.5 വയസ്സ് വരെ വീട്ടിൻ്റെ ചുറ്റുപാടിൽ ഇങ്ങനെ ഇരുന്ന് അമ്മയുടെ സാരി തുമ്പും പിടിച്ച് കളിച്ച് ശീലിച്ച് പെട്ടെന്ന് വീട്ടിൽ നിന്ന് വേറെ ഒരു അറ്റ്മോസ്ഫിയറിൽ, സ്കൂൾ എന്ന് പറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയറിൽ കൊണ്ടിടുമ്പം ഒരു ഭയം, അവിടെ പോകാൻ കരച്ചിൽ, അവിടെ പോകാൻ ഭയം. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മുടെ കൂടെ ഉള്ള ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെ സംസാരിക്കാൻ ഭയം, ടീച്ചർ അടിക്കുമോ എന്നുള്ള ഭയം, ടീച്ചർ അടിച്ചോ ഇല്ലയോ ടീച്ചർ അടിക്കുമോ എന്നുള്ള ഒരു ഭയം, അടിക്കുള്ള ഭയം, ഫ്രണ്ട്സ് കളിയാക്കുന്നു എന്നുള്ളത്, റോഡ് ക്രോസ് ചെയ്യാൻ ഭയം. അതേപോലെ കുറച്ച് വലുതായാൽ ഒരു 4ാം ക്ലാസ്സൊക്കെ ആകുമ്പം ഏതെങ്കിലുമൊക്കെ പെർഫോമൻസിന് വേണ്ടി അസംബ്ലിയിലൊന്ന് ഒരു പ്ലെഡ്ജ് നോക്കി വായിക്കാൻ പറഞ്ഞാൽ അറിയത്തില്ല, വിറയലാണ്. മൈക്ക് ഫേസ് ചെയ്യാൻ ഭയം, പേപ്പർ നോക്കി വായിക്കാൻ ഭയം, ഒരു സ്പീച്ച് കൊടുക്കാൻ ഭയം, ഒരു ഡാൻസ് കളിക്കാൻ ഭയം, സ്റ്റേജ് ഫിയറാണ്. അങ്ങനെയൊക്കെ. എക്സാം ടൈമിൽ ഞാൻ പഠിച്ചതെല്ലാം മറന്നു പോവോ,
മറവി എന്ന് പറയുന്നത് ഒരു അടുത്ത ഒരു വലിയ അസുഖമാണ്. അപ്പോൾ മറന്നു പോകും. അപ്പോൾ എന്തുകൊണ്ട് മറക്കുന്നു? നല്ലവണ്ണം പഠിച്ച ഒരു കുട്ടി പരീക്ഷ ഹാളിൽ പോയി ഇരിക്കുമ്പം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പം വായിച്ച് നോക്കുമ്പം ഇതെല്ലാം മറന്നുപോയ പോലെ ഒരു ഫീലിംഗ്. എന്തിനു മറക്കണം? അപ്പം മനസ്സ് കാമായിട്ടിരുന്നാൽ ഓരോ ചോദ്യം എഴുതാൻ തുടങ്ങുമ്പം തന്നെത്താനെ പഠിച്ചിരുന്നാൽ, നേരത്തെ പഠിച്ചു വെച്ചിരുന്നെങ്കിൽ ഓരോ ചോദ്യം വരുമ്പോഴും അത് തന്നെത്താനെ ആൻസർ വരും. പക്ഷേ ഈ ഭയം ഉണ്ടല്ലോ, ഭയം, വിറയൽ, അതുകൊണ്ട് തന്നെ മറന്നു പോകുന്നത്. അപ്പം എക്സാം എഴുതാൻ ഭയം, ഓറൽ ടെസ്റ്റ് ആണെങ്കിൽ ഓറൽ ടെസ്റ്റ് ആണെങ്കിൽ ഭയം, റിട്ടൺ ടെസ്റ്റ് ആണെങ്കിൽ ഭയം, ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഭയം. അവൻ എന്ത് ചോദിക്കുമോ, എനിക്കറിയാവുന്നത് ചോദിക്കണേ, എനിക്കറിയാൻ വയ്യാത്തതൊക്കെ ചോദിച്ചാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഭയം. ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ ഒരുപാട് ഞാൻ ഓൺലൈൻ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യും. അതിൽ വലിയ വലിയ പോസ്റ്റിലുള്ളവരൊക്കെയാണ് എങ്ങനെയാണ് റീൽസ് ഇടുന്നത്, എങ്ങനെയാണ് ഈ ഫേസ്ബുക്കിൽ ആഡ് ഇടുന്നത് എന്നൊക്കെ അതിൻ്റെ ഡിസ്കഷനൊക്കെ വരുമ്പോഴേ എനിക്ക് ക്യാമറ ഭയമാണ്, എനിക്ക് ക്യാമറയെ ഫേസ് ചെയ്യാൻ ഭയമാണ്. അതേപോലെ ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസ് എന്ന് വെച്ചാൽ ആൾക്കാർ ഇരിക്കുമ്പോൾ എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്, ഓഡിയൻസിനെ കാണാൻ ഭയമാണ്. ശരി, ഒരു വീഡിയോ എടുക്കുമ്പോൾ ആരും നമ്മുടെ മുമ്പിലില്ല, ഒരു ക്യാമറ മുമ്പിൽ കാണും അല്ലെങ്കിൽ ഒരു മൊബൈൽ കാണും. അപ്പോൾ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ ഭയം, ക്യാമറയെ നോക്കി സംസാരിക്കാൻ ഭയം. ഞാൻ ഫേസ്ലെസ് വീഡിയോ ഇടട്ടെ, വലിയവരൊക്കെ ചോദിക്കുന്നതാണ്. ഞാൻ ഫേസ്ലെസ് വീഡിയോ, എൻ്റെ ഫേസ് കാണിക്കാൻ എനിക്ക് ഭയമാണ്, ഫേസ്ലെസ് വീഡിയോ ഇടട്ടെ എന്നൊക്കെ. അതേപോലെ ഇപ്പോഴും ഇക്കാലത്തും എനിക്കറിഞ്ഞ് കുറച്ച് പേരുണ്ട്, ആണുങ്ങൾ സൈക്കിൾ ഓടിക്കത്തില്ല, സ്കൂട്ടർ ഓടിക്കത്തില്ല, പിന്നെ കാറിൻ്റെ കാര്യം പറയേ വേണ്ട, ഡ്രൈവിംഗ് ലൈസൻസേ ഇല്ല, നടന്നു പോകും, ബസ്സിൽ പോകും, ട്രെയിനിൽ പോകും, അത്രയേ ഉള്ളൂ. സ്കൂട്ടർ ഓടിക്കാൻ പേടി. ഏതോ ഒരു സമയത്ത് പറഞ്ഞെന്ന് ജാതകം നോക്കിയിട്ട് വളരെ സൂക്ഷിക്കണം, ചിലപ്പോൾ ആക്സിഡൻ്റൊക്കെ ആകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു പോലും, അതുകൊണ്ട് തൊടത്തേയില്ല. വേറൊരു വലിയ ഒരു സംഭവമാണ് ഇപ്പം എല്ലാ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിലും ഈ വലിയ വലിയ കടകളിലൊക്കെ 5 നില കെട്ടിടം 6 നില കെട്ടിടമൊക്കെ ഉള്ളപ്പം എലിവേറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ എലിവേറ്റേഴ്സ് ഉണ്ട്. എലിവേറ്റേഴ്സിൽ കയറാൻ ഭയം. എലിവേറ്റേഴ്സിലൊക്കെ കയറുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു പ്രാവശ്യം എല്ലാവർക്കും ഒരു ഭയമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അതുകൊണ്ട് ആ ഭാഗത്തേ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? 1-2 പ്രാവശ്യം ഒരു ധൈര്യത്തിനെ വരുത്തി 4 പേര് കയറുന്നു, അതുപോലെ നമ്മളും കയറണം, കുറച്ചുകൂടെ അലേർട്ടായിട്ടിരിക്കണം. ഈ എലിവേറ്റേഴ്സിൽ 4 പടി ചാടി പോകുന്ന ആൾക്കാരെ, ആൺപിള്ളേരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ആണുങ്ങൾ. അതിനേക്കാട്ടിലും ഫാസ്റ്റായിട്ട് പോകണമെന്ന് ഉള്ളതാണ് അവരുടെ വേഗം. അങ്ങനെയുമുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഭയം, അഗ്നി, തീനെ കണ്ടാൽ ഭയം, വെള്ളത്തിനെ കണ്ടാൽ ഭയം, വെള്ളത്തിൽ കാല് വയ്ക്കാൻ ഭയം, നീന്താൻ ഭയം. അങ്ങനെ എല്ലാം കൊണ്ടും, അതായത് ജനിച്ച ഒരു കൊച്ചിന് ഒരു വയസ്സായും തൊട്ട് മരിക്കുന്നവരെ ഒരുത്തൻ്റെ ലൈഫിൽ ഈ എല്ലാ ഘട്ടത്തിലും കൂടെ വരുന്ന ഒരു ഏറ്റവും മോശപ്പെട്ട ഒരു ശത്രു എന്ന് പറയുന്നത്, എനിമി എന്ന് പറഞ്ഞാൽ അത് ഈ ഭയമാണ്. ഏതേത് രീതിയിൽ ആർക്കാർക്ക് എങ്ങനെയൊക്കെ ഭയമുണ്ടെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാനേ പറ്റുന്നില്ല, അത്രയ്ക്ക് ഭയമാണ്. അപ്പം പക്ഷേ സത്യത്തിലും ഈ ഭയം എന്ന് പറയുന്നത് അതൊരു ചിന്തയാണ്. എല്ലാ ഭയവും സത്യമല്ല, അത് റിയാലിറ്റിയിലുള്ളതല്ല. അപ്പം അതൊരു ചിന്തയാണ്, നമ്മുടെ തോട്ട് പ്രോസസ്സിൽ വരുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ പിന്നെ ഇതിൽ 1-2 കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ നാച്ചുറൽ ഫിയർ, ആർട്ടിഫിഷ്യൽ ഫിയർ എന്നൊക്കെ ഞാൻ കുറച്ച് ഉണ്ട്, ബുക്കിൽ തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. പക്ഷേ പൊതുവേ ഒരു കാര്യം, നമ്മുടെ സർവൈവലിന് വേണ്ടി
ചെറിയതായിട്ട് ചെറിയ തോതിൽ നമുക്ക് ഭയം ഇരിക്കുന്നത് നല്ലതാണ്. അത് എന്തുവാന്ന് വെച്ചാലേ, ഇപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിട്ട് പോകണം, ക്രോസ് ചെയ്യണം. അല്ലെങ്കിൽ സൈക്കിളോ കാറോ വാനോ നമ്മുടെ പുറത്ത് ഇടിക്കും. ഇടിച്ചാൽ ചിലപ്പം മരണം വരെ കൊണ്ട് എത്തിക്കും അത്. അപ്പം ജീവനോടുള്ള ഒരു താല്പര്യം അത് എല്ലാവർക്കും ഉള്ളതാണല്ലോ, എല്ലാവർക്കും വേണ്ടിയതാണല്ലോ. അപ്പം അതിനെ നമ്മൾ നമുക്ക് അയ്യോ കാലം ഉടഞ്ഞ് മാസങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നതിനെക്കാട്ടിലും ഭയന്ന് കുറച്ച് മര്യാദയ്ക്ക് റോഡ് ക്രോസ് ചെയ്യുന്നു എന്നുള്ളത് ആ ഭയം വേണ്ടിയതാണ്. പക്ഷേ അപ്പം ഏതാ വേണ്ടിയ ഭയം, ഏതാ വേണ്ടാത്ത ഭയം, അല്ലെങ്കിൽ ഏതാ നല്ല ഭയം, ഏതാ ചീത്ത ഭയം, അങ്ങനല്ല. ഒരളവിന് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ, സർവൈവൽ, നമ്മളുടെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭയക്കണം തന്നെ. ഭയക്കേണ്ടിയ സ്ഥലത്ത് ഭയക്കണം. പക്ഷേ അത് തന്നെ ലൈഫായി പോകുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു കൊച്ചിന് അടുക്കളയിൽ ലൈറ്റില്ല, പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നു വെച്ചാൽ ഭയം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൈ പിടിച്ച് കൊണ്ടുപോയി, ഇവിടെ ഭൂതവും പ്രേതവും ശാശവും ഒന്നും ഇല്ല, ലൈറ്റ് ഇട്ടാൽ അത്രയേ ഉള്ളൂ, ലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് പോയി എടുക്കാം എന്ന് കാണിച്ചു കൊടുക്കണം. അപ്പം ആ കൊച്ചിന് എങ്ങനെ ഭയം വരുന്നു എന്ന് വെച്ചാൽ, അത് മുൻജന്മത്തെ ഭയമാണ് ഇപ്പോഴും തുടരുന്നത്. അതിനെല്ലാം നിറയെ പ്രൂഫുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനെന്ത് പറയുന്നത് വെച്ചാൽ, ചിലർക്ക് വെള്ളത്തിനെ കാണുമ്പോൾ ഭയമാണ്. വെള്ളത്തിൽ കാല് വയ്ക്കത്തേയില്ല, കുളത്തിൽ പോലും ഇറങ്ങത്തില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ചിലപ്പം അവർ കഴിഞ്ഞ ജന്മത്തിലോ ഏതോ ഒരു മുൻജന്മത്തിൽ വെള്ളത്തിൽ മുങ്ങിയായിരിക്കും മരിച്ചത്. അപ്പം ഈ ആത്മാന്ന് പറയുന്നത് ഒന്നാണല്ലോ, ഈ ദേഹവും മനസ്സുമാണല്ലോ മാറി മാറി വരുന്നത് നമുക്ക്. അപ്പം ആ ആത്മാവിനറിയാം ഏതോ ഒരു ജന്മത്ത് വെള്ളത്തിൽ മുങ്ങി മരിച്ച കൊണ്ട് മരിക്കുമ്പോൾ ആ ജീവന് വേണ്ടി, കാറ്റിന് വേണ്ടി, ശ്വസിക്കാൻ വേണ്ടി കിടന്ന് പിടയ്ക്കുന്ന പിടയലുണ്ടല്ലോ, അത് അങ്ങനെ ആ മനസ്സിൽ പതിയും, ആഴമായിട്ട് രജിസ്റ്റർ ആകും. അതാണ് ഈ ജന്മത്തും തുടർന്ന് വരുന്നത്. ഓക്കെ. അപ്പോൾ ഒരു കൊച്ചിന്, 1 വയസ്സ് കൊച്ചിന്, 2 വയസ്സ് കൊച്ചിന് എങ്ങനെ ഒരു ഭയം വരുന്നു എന്ന് വെച്ചാൽ, അത് അമ്മയും അച്ഛനും പറഞ്ഞു കൊടുക്കുന്നത് അല്ല, സ്വയമായിട്ട് നമ്മുടെ മനസ്സിനകത്ത് പൂർവജന്മ ഭയങ്ങൾ ഒരുപാട് ഉണ്ട്. അതും ഒരു കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ, ഇപ്പോൾ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്, ഈ ആസ്മ, ഇപ്പോൾ ചിലർക്കൊക്കെ ആസ്മ ഉണ്ട്, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അവരൊക്കെ ഏതോ ഒരു ജന്മത്തിൽ, മുൻജന്മമൊന്നും വേണ്ട, ഏതോ ഒരു ജന്മത്തിൽ ഈ വെള്ളത്തിൽ മുങ്ങി കാറ്റില്ലാതെ ശ്വസിക്കാൻ വയ്യാതെ കഷ്ടപ്പെട്ട് മരിച്ചു. അതിൻ്റെ ഒരു ഓർമ്മയാണ് ഇപ്പോഴും അവർ ആസ്മ വന്ന് കഷ്ടപ്പെടുന്നത്. ശ്വാസം മുട്ടി. അത് പഴയ ജന്മത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ്, തുടർച്ചയാണ്. ഓക്കെ. അങ്ങനെ ഇപ്പം ഈ ഫിയർ എന്ന് പറയുന്നത് അപ്പം കഴിഞ്ഞ ജന്മത്തുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്കോ അപ്പൂപ്പനോ ആർക്കെങ്കിലും ഈ സ്ട്രോങ് ആയിട്ടൊരു ഭയം വന്നു കാണും. അപ്പം അത് നമ്മുടെ ജീൻസിൽ പറ്റിക്കൊള്ളുന്നു. അപ്പം ജീൻസ് വഴി, അവരുടെ ജീൻസാണല്ലോ നമുക്കും വരുന്നത്, അപ്പം അതുവഴിയും ഭയം വരാം. പിന്നെ ആവശ്യത്തിന് ഭയം നമ്മളുടെ ആൾക്കാർ തന്നെ, വലിയവർ കൊച്ചുങ്ങളെ പേടിപ്പെടുത്തിയാണല്ലോ വളർത്തുന്നത്. ഏതേത് രീതിയിലാണ് ഭയപ്പെടുത്തുന്നതെന്നുള്ളതിന് കയ്യും കണക്കുമില്ല. നീ ഇന്ന് ഇത് എഴുതിയില്ലെങ്കിൽ നാളെ പരീക്ഷയിൽ നിനക്ക് 0 കിട്ടും. സ്വന്തം അമ്മ കൊച്ചിനെ പേടിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഞാൻ നിന്നെ 5 പ്രാവശ്യം എഴുതാൻ പറഞ്ഞു, 5 പ്രാവശ്യം എഴുതിയില്ലയോ, ഇന്ന് അതേ ഈ ക്വസ്റ്റ്യൻ വരും, നീ 0 വാങ്ങിച്ചുകൊണ്ട് വരും. ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഒരമ്മ കൊച്ചിൻ്റെ അടുത്ത്, 1-ാം ക്ലാസ് കൊച്ചിൻ്റെ അടുത്ത്. അതേപോലെ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നീ അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നിനക്ക് പരാജയമായിരിക്കും, നിനക്ക് അത് കിട്ടത്തില്ല, നീ ആഗ്രഹിക്കുന്നത് കിട്ടത്തില്ല, നിനക്ക് വേണ്ടുന്നത് നടക്കത്തില്ല. അങ്ങനെ
നമ്മുടെ വീട്ടുകാർ തന്നെ വലിയവർ കൊച്ചുങ്ങളെ ഭയപ്പെടുത്തിയാണ് വളർക്കുന്നത്. എന്നുവെച്ചാൽ അവർക്കത് എളുപ്പം. ആ ഒരു നേച്ചറിനാണ് ഇൻറ്റിമിഡേഷൻ എന്ന് പറയും. ഇൻറ്റിമിഡേഷൻ എന്ന് വെച്ചാൽ ഈ ഭയപ്പെടുത്തി വളർത്തു വരുന്നത്. നേരത്തെ നമ്മൾ കണ്ടില്ലയോ, അവരുടെ അടുത്ത് സംസാരിക്കരുത്, ഇവരുടെ അടുത്ത് സംസാരിക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ച് വളർക്കുമ്പം വീട്ടിലുള്ള അമ്മയച്ഛനും വീട്ടിലുള്ള മറ്റ് മുതിർന്നവർ, അല്ലാതെ സൊസൈറ്റി, സ്കൂളിൽ പോയ ചുറ്റുപാടിലുള്ള പല രീതിയിലും പ്രഷറാണ്. അങ്ങനെ തന്നെയാണ് ഈ ഭയം കൂടിക്കൂടി വരുന്നത്. ഓക്കെ, സോ ഭയം എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണ്, ഒരു തോന്നലാണ്, ഒരു ചിന്തയാണ്, എല്ലാം ശരിയാണ്, തോന്നലൊക്കെ തന്നെയാണ്. പക്ഷേ ഭയമുണ്ട്. കൊച്ചുങ്ങൾ തൊട്ട് മരിക്കാൻ കിടക്കുന്നവരെ ഭയം. ഇതൊരു വലിയ ഒരു എന്തുവാ നെഗറ്റീവ് ക്വാളിറ്റിയാണ്. അപ്പം ഈ മൂലാധാര ചക്രം സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ അവർക്ക് ഈ പഴയ എന്താ വെച്ചാൽ മൂലാധാര ചക്രത്തിലാണല്ലോ ഈ പഴയ ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നത്, മൂല ആധാരം. അപ്പം മൂലാധാര ചക്രം സ്ട്രോങ് ആയില്ലെങ്കിൽ നമുക്ക് ഈ ഭയം എന്നും നമ്മളെ തുടർന്ന് വരും. അപ്പം നമ്മൾ ഫിസിക്കൽ ലെവലിൽ, മെൻ്റൽ ലെവലിൽ, ആസ്ട്രൽ ബോഡി ലെവലിൽ, ചക്രാസിൻ്റെ ലെവലിൽ, പല ലെവലിലും നമ്മൾ അതിനെ ഹീൽ ചെയ്തുകൊണ്ട് വരണം, അതിനെ ഗുണപ്പെടുത്തണം, സുഖപ്പെടുത്തണം, നെഗറ്റിവിറ്റി എല്ലാം മാറ്റി കൊണ്ടുവരണം. അപ്പോഴേ നമുക്ക് ഫിയർ ഇല്ലാതെ ഇരിക്കത്തുള്ളൂ. അതേസമയത്ത് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, പല കാര്യത്തിലും ഈ ഫിയർ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. അതിലൊന്നാണ് ഞാൻ. സത്യത്തിലും പറഞ്ഞാൽ എനിക്ക് ഈ ഭയം എന്ന് പറയുന്നത് എന്തുവാന്നേ അറിഞ്ഞുകൂടാ. ഭയപ്പെടുത്തുന്നു, ഭയമാണ്. കൊച്ചിലെ ഞാൻ സ്കൂളിൽ ക്രോസ് ചെയ്ത് പോകുമ്പം അവിടെ പോലീസ് ഉണ്ടെങ്കിൽ ഭയമാണ് എനിക്ക്. അപ്പോൾ പോലീസിൻ്റെ അടുത്തൊന്നും ഞാൻ പോകത്തില്ല. പോലീസിൻ്റെ അടുത്ത് പോയാൽ പിടിച്ച് ജയിലിൽ ഇടുമെന്നാണ് എൻ്റെ വിചാരം കൊച്ചിൽ. അപ്പം പോലീസ് അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ റോഡിൽ കൂടെ, ഈ സൈഡിൽ കൂടെ കുറേ ദൂരം നടന്ന് പിന്നെ ഞാൻ റോഡ് ക്രോസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഭയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇരുട്ടത്ത് കാണുന്നത്, ആളുകളെ കൊണ്ട് സംസാരിക്കുന്നത്, അങ്ങനത്തെ ഒരു ഭയവും ഇല്ല. അത് ഈ പോലീസിനെ കണ്ട് കൊച്ചിലെ ക്രോസ് ചെയ്യാതെ ഇരുന്നതെല്ലാം വലുതായപ്പോൾ അതൊക്കെ തന്നെത്താനെ അങ്ങ് മാറിപ്പോയി. അപ്പം ഒരുവിധം എനിക്ക് ഒന്നിനെക്കുറിച്ചും ഒരു ഭയമില്ല. അപ്പം എൻ്റെ ഒരു ഗുരുവിൻ്റെ ഓൺലൈൻ ക്ലാസ് നടന്നപ്പം അദ്ദേഹം പറഞ്ഞത് ഈ എൻലൈറ്റൻമെൻറ്റ് എന്ന് വെച്ചാൽ എന്തുവാ എന്ന് പറയുമ്പം അദ്ദേഹം പറഞ്ഞത് ഈ ഭയം, ഈ കുറ്റബോധം, ഇത് രണ്ടുമാണ് വേസ്റ്റ് എനിമീസ്. നമുക്ക് നമ്മളുടെ അടുത്തുള്ള വേസ്റ്റ് ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ പേടിയും ഈ കുറ്റബോധവുമാണ്. അപ്പം അതൊക്കെ മാറണം. അത് ഓരോ ജന്മം, അല്ലെങ്കിൽ ഒരു ജന്മമല്ല, ഒരു 10 ജന്മം, ഒരു 100 ജന്മം എടുത്ത് വേണം ഈ പാഠങ്ങൾ പഠിച്ച് വേണം ഈ സ്വഭാവങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ. ഒരു ജന്മത്തിലോ അല്ലെങ്കിൽ ഒരു നിമിഷത്തിലോ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിലോ ഇതൊന്നും അത്ര എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഗുണങ്ങളല്ല എന്നൊക്കെ സാറ് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഒരു ഓൺലൈനിൽ ക്ലാസ് ആണെങ്കിൽ ഞാൻ ചോദ്യം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഒട്ടുമൊത്തമായിട്ട് ഈ ഭയം എന്ന് പറഞ്ഞാൽ ഒന്നുമേ എനിക്ക് അറിഞ്ഞുകൂടാ. ഭയം എന്ന് വെച്ചാൽ എന്തുവാന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ ആളുകളെ കണ്ട് സംസാരിക്കാനും ഭയമില്ല, സ്റ്റേജ് ഫിയർ ഇല്ല, ക്യാമറ ഫിയർ ഇല്ല, ഒരു ഫിയറും ഇല്ല. ഫിയറേ ഇല്ലല്ലോ സാർ. അപ്പം അതും ഒരു കുഴപ്പമാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ആ ഫിയർ ഫാക്ടറിനെ സംബന്ധിച്ചവരെ നിങ്ങൾ എൻലൈറ്റൻഡ് ആണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏതിലും ഒരു ഭയമില്ലാത്തത്. അപ്പോൾ ആ ഭയത്തിനെ സംബന്ധിച്ചവരെ നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. ആ ഭയം എന്നുള്ളത് കംപ്ലീറ്റായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറി. അത് എൻലൈറ്റൻമെൻറ്റിൻ്റെ ഒരു അംശമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ശരി, അത് ഏതോ ഒരു എൻലൈറ്റൻമെൻറ്റ് ഒരു അംശം നമുക്കും കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ച് ഞാനൊന്ന് സന്തോഷിച്ചു.
അപ്പം ഞാൻ എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ, അപ്പം ഇതിൽ ഒരേ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുക. എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ എൻ്റെ ഒരു പൊതുവേ ഉള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. എൻ്റെ ഓബ്സർവേഷനിൽ എനിക്ക് മനസ്സിൽ തോന്നിയതാണ് ഞാനിതിൽ പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ശരിക്കും ഡോക്ടർ ജോസഫ് മർഫി അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മൊത്തം ചാപ്റ്ററും വായിച്ചു, നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വീഡിയോയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നാളെ പറയാം. എന്താ പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ ഊഹിക്കാനുള്ളതേ ഉള്ളൂ. നമ്മളുടെ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് പറഞ്ഞ് അതിനെ മനസ്സിലാക്കിപ്പിച്ചാൽ ഈ ഭയം മാറും. അതേ ഉള്ളൂ സംഗതി. ഓക്കെ, അത് എന്തൊക്കെയാണ് ടെക്നിക്സ്, എന്തൊക്കെയാണ് ആളുകൾ ഫോളോ ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഇതിൽ ഈ റാൽഫ് വാൽഡോ എമർസൺ എന്നുള്ള ഒരു പേര് കേട്ട ഒരാൾ, അദ്ദേഹം പറഞ്ഞതാ ഈ ഭയത്തിനെ എങ്ങനെ മാറ്റാം. ഭയത്തിനെ മാറ്റണമല്ലോ. അപ്പോൾ എങ്ങനെ മാറ്റാം? ഈ ജന്മത്തിൽ നമ്മൾ ഭയത്തിനെ മാറ്റിയെടുത്തില്ലെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടി ഇനിയൊരു 4 ജന്മം എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ജന്മത്തെ ഒന്നൊന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് മാറ്റി വരാം എന്ന് ആയിക്കുമ്പം സത്യത്തിലും പറഞ്ഞാൽ ഫേസ് ദ ഫിയർ എന്ന് വെച്ചാൽ ഏതിനെക്കുറിച്ച് ഭയമോ അതിനെ നമ്മൾ നേരിടണം. ഇപ്പോൾ സൈക്കിൾ ഓടിക്കാൻ ഭയം, സൈക്കിൾ ഓടിച്ച് പഠിക്കുന്നവരേലേ ഉള്ളൂ ആ ഭയം. അത് കഴിഞ്ഞാൽ പിന്നെ ഭയമില്ല, 2 കൈയും വിട്ടിട്ട് വരെ ഓടിക്കാനുള്ള ധൈര്യം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം സൈക്ലിങ്ങിനുള്ള ഭയത്തിനെ എങ്ങനെ മാറ്റണം? സൈക്കിൾ പഠിക്കണം. കാർ ഡ്രൈവിങ്ങിനുള്ള ഭയം എങ്ങനെ പഠിക്കണം? അത് ചിലപ്പം കൊണ്ട് ഇടിക്കും, ചിലപ്പോൾ ആക്സിഡൻ്റ് ആകും, ചിലപ്പം പലരിടത്തു നിന്നും പഠിക്കേണ്ടി വരും. കൈതെളിയാന്ന് പറഞ്ഞു 2-3 ഇടത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും, കാശ് ചിലവിടണം, പൈസ ചിലവിടണം, മാത്രമല്ല സമയം ചിലവിടണം, നല്ല ഒരു ഡ്രൈവറെ കിട്ടണം, നല്ല ഒരു ആശാനെ നമുക്ക് കിട്ടണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനു വേണ്ടി മെനക്കെടണം. അപ്പം ഏതിൽ ഭയമുണ്ടോ ആ ഭയത്തിനെ മാറ്റണമെങ്കിൽ ആ സംഭവത്തിനെ നേരിടണം. ഫേസ് ദ ഫിയർ എന്ന് വെച്ചാൽ ഏതിൽ ഭയമോ അതിനെ നമ്മൾ നേരിടുക. ഫേസ് ദ ഫിയർ ടിൽ ദ ഫിയർ ഡൈസ്. അപ്പം ആ ഭയം ഇല്ലാതാകുന്നവരെ അതിൽ നമ്മൾ മുനഞ്ഞു നിന്ന് പഠിച്ചെടുത്താൽ ഭയത്തിനെ നമുക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിൽ കുറേ ഉദാഹരണങ്ങളും എങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതെന്നും എങ്ങനെ ഭയത്തിനെ പോക്കണമെന്നുള്ളതും കുറേ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ നാളെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം ഇന്ന് ഈ വീഡിയോ കണ്ടതിന് നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്തുവാന്ന് വെച്ചാൽ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അവനവൻ്റെ ലൈഫിൽ ഇത്രയും നാൾ ഏതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഭയന്നു, ആ ഭയമെല്ലാം പോയോ, അതോ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടോ? അങ്ങനെ ഭയം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യാം, എങ്ങനെ നേരിടാം, എങ്ങനെ അതിനെ മാറ്റിയെടുക്കാം എന്ന് അവനവൻ്റെ ജീവിതത്തിനെക്കുറിച്ച് ഒന്ന് നല്ല രീതിയിൽ പഠിച്ചെടുത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതിനെ ഓരോ രീതിയിലായിട്ട് മാറ്റിയെടുത്താൽ നമുക്കും എൻലൈറ്റൻമെൻറ്റ് കിട്ടും. ഫിയറിനെ സംബന്ധിച്ചവരെ നമ്മളും എൻലൈറ്റൻഡ് ആകാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഓരോ നെഗറ്റീവ് ഗുണങ്ങളെയും നമ്മൾ പോസിറ്റീവായിട്ട് മാറ്റേണ്ടത്. ഓക്കെ, സോ ആ രീതിയിൽ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.